ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എന്തിനിതിനെയൊക്കെ നാം എതിർക്കുന്നു എന്നതിന്റെ ഇസ്ലാമിക വശങ്ങൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്. മ്യൂസിക്കും മറ്റു വാദ്യോപകരണങ്ങളും ഉപയോഗിച്ച് ആണും പെണ്ണും കലർന്ന് താളം വെക്കുവാനും തുള്ളിച്ചാടുവാനും ഇസ്ലാം ഒരിക്കലും തന്നെ നമുക്ക് അനുവാദം നൽകുന്നില്ല. അതിലൊക്കെ എത്ര കണ്ട് ആസ്വാദനമുണ്ടെങ്കിലും റീൽസിലൂടെയും ഷോർട്സിലൂടെയും അതിന്റെ മാധുര്യം വിളംബരം ചെയ്യപ്പെട്ടാലും ശരി, ഒരു യഥാർത്ഥ വിശ്വാസിക്ക് തന്റെ ശരീരത്തെയും മനസ്സിനെയും കുടുംബത്തെയും തന്റെ നാടിനെയും നിരുപാധികം അതിലേക്ക് വിട്ടുകൊടുക്കുവാൻ ഒരിക്കലും തന്നെ സാധിക്കുകയില്ല. ആധുനിക കാലത്ത് മ്യൂസിക്കും സമാനമായവയും ഇല്ലാതെ എങ്ങനെ വസിക്കാനാണെന്ന് പിറുപിറുക്കുന്ന പ്രിയ മുസ്ലിം സഹോദരങ്ങൾ തിരിച്ചറിയണം. സമൂഹത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെയും താല്പര്യങ്ങൾക്കനുസരിച്ചേ മതനിയമങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കുവാൻ ഇതൊരിക്കലും തന്നെ കേരളക്കരയിലെ ഏതെങ്കിലും ചില സംഘടനാ വക്താക്കൾ എഴുതി പിടിപ്പിച്ച മതമല്ല. ഇത് ദൈവിക നിയമങ്ങളാണ്. ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഉതകും വിധത്തിൽ അവരുടെ ജീവിതത്തിലെ നന്മ തിന്മകളായുള്ള എല്ലാ കാര്യങ്ങളും കൽപ്പനാ നിരോധനകളായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലോകരക്ഷിതാവ് സജ്ജീകരിച്ച ഈ മതനിയമങ്ങൾ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വെട്ടിത്തിരുത്തുവാൻ സാധ്യമല്ല. ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക് സ്വീകരിക്കാം, അതല്ലാത്തവർക്ക് തള്ളിക്കളയാം. പക്ഷേ മനുഷ്യൻ എന്ന സൃഷ്ടിക്ക് യോജിച്ച നിയമങ്ങൾ അതിന്റെ രക്ഷിതാവ് ആജ്ഞാപിക്കുമ്പോൾ അതിന് വികടമായി മനുഷ്യൻ പ്രവർത്തിച്ചാൽ അതവന് ദോഷമായി ബാധിക്കുമെന്നത് തീർച്ച തന്നെയാണ്. ഇസ്ലാമിക പ്രമാണങ്ങളിലെ ഏറ്റവും അടിസ്ഥാന തത്വങ്ങളിൽ പോലും നിഷിദ്ധമാണെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു തിന്മ ഇസ്ലാമിക ആശയങ്ങൾ മുറുകെ പിടിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു മുസ്ലിമിന് പോലും അതിന്റെ ഗൗരവം തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ. എത്ര കണ്ട് ഗുരുതരമാണ് കാര്യം. എല്ലാവരും ചെയ്യുന്നതല്ലേ? ശരീരത്തിന് വ്യായാമവും മനസ്സിന് കുളിർമയും ആഹ്ലാദവും കിട്ടുന്നില്ലേ എന്നൊക്കെ വാദിച്ച് ഇസ്ലാമിക മൂല്യങ്ങളെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ഒഴുക്കിലൊഴുകുന്ന ചണ്ടികളായി രൂപാന്തരം പ്രാപിക്കുന്ന മനുഷ്യകോലങ്ങൾ നമുക്ക് മുന്നിൽ ജന്മമെടുക്കുമ്പോൾ ഇതെല്ലാം നബിവചനങ്ങളുടെ സാക്ഷാത്കാരമാണെന്ന് നാം തിരിച്ചറിയണം. അന്ത്യനാൾ അടുക്കുമ്പോൾ മുസ്ലിം നാമമുള്ള മനുഷ്യകോലങ്ങൾ സമൂഹത്തിൽ അധികരിക്കുമെന്നും എന്നാൽ ഇസ്ലാമിന്റെ തനതായ ആശയങ്ങൾക്കനുസൃതമായി ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങൾ തുലോം തുച്ഛമായി കുറയുമെന്നുള്ള യാഥാർത്ഥ്യം പ്രവാചക അധ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഇത്തരത്തിലുള്ള തിന്മകളാകുന്ന കടമ്പകൾ താണ്ടിക്കടക്കൽ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്.